സഞ്ചാര കേന്ദ്രമായ മൂന്നാറിലും ഇന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ജനം അവിടെയും വലയുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ കാണുന്ന. ആ ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. നമ്മുടെ പ്രതിനിധികൾ അമൽ സുരേന്ദ്രൻ, ഒപ്പം തന്നെ രാഹുൽ വിജയൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം സൂപ്പർ 4 at 4-ൽ. ആദ്യം ഞാൻ പോകുന്നത് രാഹുൽ വിജയനിലേക്കാണ്. രാഹുൽ, മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് നമ്മൾ അത് രാവിലെ മുതൽ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. തുടർച്ചയായുള്ള അവധി ദിവസങ്ങൾ, അപ്പോൾ വിനോദസഞ്ചാരികൾ കൂടുതലായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥിരമായി ഇവിടെ ഉള്ളൊരു പ്രശ്നമാണ്. അവിടെ നിന്ന് ഗതാഗത പ്രശ്നം അവിടെ ഉണ്ട്. അതായത് അകത്തേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് തിരിച്ച് പുറത്തേക്ക് പോകാനൊക്കെയുള്ള അസൗകര്യം നേരിടുന്ന ഇടമാണ്. ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് അതിന് വേണ്ടത് എന്നുള്ളതിൽ തർക്കമില്ല. നിലവിലെ ആ സാഹചര്യം എന്താണ്? പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വട്ടവട ഉൾപ്പെടെ വലിയ കുരുക്കുണ്ട്, ഗതാഗത കുരുക്കുണ്ട് എന്നാണ് നേരത്തെ രാഹുൽ പറഞ്ഞത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ എങ്ങനെയാണ്? അനുജ, ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്ക് ഉള്ള ദിവസമാണ് എങ്കിൽ സമാനമായിട്ടുള്ള അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. ആ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യവും. നാട്ടുകാരും അതുപോലെ തന്നെ വ്യാപാരികളും ഉൾപ്പെടെ സ്ഥിരം പരാതി പറയുന്ന ഒരു കാര്യമാണ് മൂന്നാറിലെ ഗതാഗതക്കുരുക്ക്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഒരു വാഹനം ഒരു ചെറിയ തോതിലെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഈ പള്ളിവാസൽ മുതൽ മൂന്നാർ വരെ, അതുപോലെ തന്നെ ആനച്ചാൽ ഭാഗത്ത്, അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി റൂട്ടിൽ, വട്ടവട റൂട്ടിൽ ഈ ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ കുരുങ്ങി കിടക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൂന്നാർ ടൗണിലേക്ക് ഒരു വാഹനം കയറി ഇറങ്ങി പോകണമെങ്കിൽ സാധാരണ ഒരു ടൗണിലൂടെ ഇറങ്ങി പോകുന്ന പോലെയല്ല. അവിടെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള പാർക്കിംഗ് രീതികളും അതുപോലെ തന്നെ ഈ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ അനാവശ്യമായിട്ട് പാർക്ക് ചെയ്ത് അലക്ഷ്യമായി പാർക്ക് ചെയ്ത് ഇറങ്ങി പോകുന്നതുമൊക്കെ ഈ ഗതാഗതക്കുരുക്കിന് കാരണമായി പറയുന്നുണ്ട്. എന്നിരുന്നാലും പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകളെ കൊണ്ടോ ഈ ഗതാഗത കുരുക്ക് അഴിച്ചെടുക്കാൻ വലിയ പെടാപ്പാട് പെടേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ മൂന്നാർ ടൗണിൽ രണ്ട് പാലങ്ങളുണ്ട്. ഒന്ന് പഴയ പാലവും അതുപോലെ തന്നെ പുതിയ പാലവും. അതിൽ പഴയ പാലത്തിൽ വലിയ ഒരു കുഴി രൂപപ്പെട്ടിട്ട് കാലങ്ങളേറെയായത് പരിഹരിക്കണം. ആ കുഴിയിലൂടെ ഈ വാഹനങ്ങൾ കയറി ഇറങ്ങി പോകുമ്പോൾ സുഗമമായിട്ട് കടന്നു പോകാൻ കഴിയില്ല. അത് പിന്നാലെ വരുന്ന വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്നു. അങ്ങനെയും ഈ ഗതാഗത തടസ്സമുണ്ടാകാനുള്ള കാരണമുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മൂന്നാർ ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇന്നിപ്പോൾ എന്തായാലും ഇന്നലെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു, ഇന്ന് ശനിയാണ്, നാളെ ഞായർ. ഈ 3 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് അത് കാലങ്ങളായിട്ടുള്ളതാണ്, അത് എപ്പോഴും ഉള്ളതാണ്. ഇന്നും ഈ ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു. അതിന്റെ തിരക്കാണ്. വിനോദസഞ്ചാരികൾ വന്ന് ഹോം സ്റ്റേകളും ഹോട്ടലുകളും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനൊത്ത വാഹനങ്ങളും അങ്ങോട്ടേക്ക് വരും. പക്ഷേ അത്തരം വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി മൂന്നാർ ടൗണിനില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഈ ഗതാഗത കുരുക്കിന് കാരണവും. ശാശ്വതമായൊരു പരിഹാരം കാലങ്ങളായിട്ട് മൂന്നാർ പഞ്ചായത്ത് പലതരത്തിലുള്ള മാസ്റ്റർ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കാര്യക്ഷമമായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഗതാഗത കുരുക്ക്, ഈ ടൗണിൽ പ്രവേശിക്കാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് മറ്റേതെങ്കിലും ഒരു പാത തയ്യാറാക്കി കൊടുക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ ഗതാഗത കുരുക്കിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞേക്കാമെന്ന് ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എത്ര കണ്ട് പ്രാവർത്തികമാകുമെന്ന് അറിയില്ല. പുതിയതായി നിർമ്മിച്ച കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുണ്ട്. അതിലുൾപ്പെടെ മൂന്നാർ ദേവികുളം റൂട്ടിൽ ഉൾപ്പെടെ ഗതാഗതം ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. വാഹനങ്ങൾ ഇങ്ങനെ നീണ്ട നിരയായി കിടക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അത് അത്ര കണ്ട് പെട്ടെന്ന് തീരുന്നതുമല്ല. ഈ 3 ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യും. വാഹനങ്ങൾ നീണ്ട നിരയായി മണിക്കൂറുകളോളം കിടക്കേണ്ട അവസ്ഥ വരും. കൊച്ചുകുട്ടികളൊക്കെ ഉൾപ്പെടെയായി വിനോദസഞ്ചാരത്തിനായി എത്തുന്ന ആളുകൾ അവർ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, അതിനിടയിൽ മഴയും പെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് രാഹുൽ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഈ മഴ പെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ദുഷ്കരമായി മാറുന്ന സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ തുടങ്ങിയ മഴയാണ്. അത് ഇടപെട്ട് മൂന്നാർ മേഖലയിൽ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുകൾ പല ഭാഗത്തും, ഈ മൂന്നാറിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടുണ്ട്. മാത്രമല്ല മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. കഴിഞ്ഞ മഴ സീസണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരിടവേളയ്ക്ക് മുമ്പ് പെയ്തിരുന്ന മഴയെ തുടർന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തൊക്കെ മണ്ണ് മാറ്റി പൂർണ്ണമായിട്ടും ഗതാഗതം ക്ലിയർ ആക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ ഈ ഗതാഗത തടസ്സം രൂക്ഷമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല മൂന്നാർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ആദ്യമേ പറയുന്ന പോലെ തന്നെ ഈ ഗതാഗതം ഈ തടസ്സമില്ലാതാക്കുന്നത്
എന്നുള്ളതിന് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ചെറിയ ടൗണാണ്. ആളുകൾ ഒരുപാട്, ആ ടൗണിനൊത്ത ആളുകളല്ല അങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ വാഹനവുമായിട്ട് എത്തുമ്പോഴേക്കും അതിനെ നിയന്ത്രിച്ച് തിരിച്ചു വിടാൻ പറ്റുന്ന വഴികളില്ല. എല്ലാം ചെറിയ, നമ്മുടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നാട്ടിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ, എറണാകുളത്തേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ പോക്കറ്റ് റോഡുകൾ എന്ന് പറയുന്ന വീതിയേ ഉള്ളൂ അവിടുത്തെ പ്രധാന റോഡുകൾക്കൊക്കെ. ആ വഴിയിലൂടെ 2 വാഹനങ്ങൾ ഒരുമിച്ച് പോയാൽ അതിനപ്പുറത്തേക്ക് ഒരു വാഹനം ഒരു നിര തെറ്റിച്ച് മാറി റോങ് സൈഡ് കയറിയാൽ ആ വഴി പിന്നീടുണ്ടാകുന്ന ഗതാഗത തടസ്സം അത് നിയന്ത്രിക്കുക അതത്ര എളുപ്പമല്ല. കാരണം അത്ര കണ്ട് വാഹനങ്ങൾ മൂന്നാർ ടൗണിലേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അറിയാവുന്ന പോലെ തന്നെ മൂന്നാർ വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മാട്ടുപ്പെട്ടി, വട്ടവട, മറയൂര്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ പോകുന്നതിനൊരു സെന്ററായിട്ട് മൂന്നാർ മാറിയിട്ടുള്ളതാണ്. അവിടേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണം ഈ അവധി ദിവസങ്ങളിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരം വാഹനങ്ങൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഗതാഗത തടസ്സം, അതിന് ശാശ്വതമായ പരിഹാരം അത് കാണേണ്ടത് വിദഗ്ധ പഠനത്തിലൂടെയും വിദഗ്ധമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുമായിരിക്കണം. അല്ലാതെ ഒരു തരത്തിലും പെട്ടെന്ന് അവിടുത്തെ ഗതാഗത തടസ്സം ഈ തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ മാറ്റാൻ കഴിയില്ല. സാധാരണ ദിവസങ്ങളിൽ കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ അടുപ്പിച്ച അവധി ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ ഗതാഗത തടസ്സം അത് വലിയ കാര്യമായിട്ട് ആളുകളെ ബാധിക്കും. അത് ആ നാട്ടുകാരെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ്, എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധിയിൽ വരുന്ന ഒന്നല്ല, അതവിടെ സ്ഥിരമായി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ തുടർച്ചയായ അവധി ദിവസങ്ങൾ വന്നപ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ വലിയ ഗതാഗത കുരുക്കിലേക്ക് പോകുന്നു മൂന്നാർ എന്നുള്ളതാണ് ഇപ്പോഴും. പക്ഷേ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം തന്നെയാണ് മൂന്നാർ. അവിടെ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ അവധി കിട്ടിയാൽ എത്തുന്ന ഒരു ഇടം, ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സ്പോട്ട് എന്ന തരത്തിൽ തന്നെ മൂന്നാർ തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം. അവിടെ നാരോ റോഡുകളാണ് എന്നതിപ്പോൾ രാഹുൽ വിജയൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെയുള്ള ചില പോക്കറ്റ് റോഡുകളുടെ അത്ര വീതി മാത്രമുള്ള റോഡുകളാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ പോലും. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അധികൃതരുടെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുകയാണ്. മൂന്നാറിലെ ഈ ഗതാഗത കുരുക്ക്. നമ്മൾ